എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്ന ദിവസം ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കേസിൻ്റെ വാദം ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ളതിലേക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അത് അക്ഷരപ്രതി അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട്. അവർ കൗൺസിലർ ഇപ്പോൾ അല്ലെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവർ കൗൺസിലർ അല്ല എന്ന് കോടതി വിധിയിൽ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് അവരിപ്പോൾ കൗൺസിലർമാരല്ല എന്ന് കോടതി വിധിയിലുണ്ടോ? ഏത് ലൈനിലുള്ളത്? ഞാൻ സ്വാഭാവികതയല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഏതെങ്കിലും ഒരു വരിയിൽ അവരിപ്പോൾ കൗൺസിലർ അല്ല എന്നുണ്ടെങ്കിൽ ഞാനതിന് മറുപടി പറയാം. അതെ, തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും നടക്കണം. ബഹുമാനപ്പെട്ട കോടതി അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, മറ്റേ നാലാഴ്ച സമയം ഉണ്ടല്ലോ. ഇതിപ്പോൾ വന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റല്ലേ ആയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വീണ്ടും ചോദ്യം വരുമല്ലോ, ഈ ആവശ്യം വരുമല്ലോ. കോടതി തീരുമാനിക്കുന്നതനുസരിച്ച് ഈ കോടതി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. പറയണം. അങ്ങനെ ഉണ്ട്. ഏഞ്ചൽ ചോദിച്ചെന്തെങ്കിലും ആ ലൈനിലുണ്ടോ? കോടതിയിലെ ഉത്തരവിലെ ലൈനിലുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. അല്ല, സാധുത ഏതിന് അവരുടെ ചോദ്യത്തിനല്ല ഞാൻ മറുപടി പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യത്തിനാണ്. ഹൈക്കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ മേയർ എന്നുള്ളതിൽ ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകി തുടങ്ങും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതിന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട നൽകി തുടങ്ങും. അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ. വളരെ മുമ്പ് തന്നെ 29 കൗൺസിൽ യോഗം പ്രിപ്പയർ ആയല്ലോ. അജണ്ട പ്രിപ്പയർ ആയി കഴിഞ്ഞു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്, അവർ 3 പേരുണ്ട്. അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഹെൽത്ത് നടക്കും. ഹെൽത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഉത്തരവില്ലതുണ്ടോ? ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടും ഉണ്ട്. കോടതി ഉത്തരവില്ല, അതില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി, മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കും, അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കും. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനിറ്റ്സിലുണ്ട്, കേസ് പാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ അസാധുവായി പോകും. ഈ വിധി വരുമ്പോൾ 101 പേർക്കും ബാധകമാണല്ലോ. അപ്പോൾ
ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പം നിലവിലുള്ള കേസിലുള്ള കൗൺസിലർമാരല്ലാതെ മറ്റു പലരും കൂടി അത് ഫയൽ ചെയ്തവർ അത് ഫയൽ ചെയ്തില്ല, അവരുടെ പേര് ഫയൽ ചെയ്തില്ല, അതുകൂടി കണ്ടെത്തിയിട്ട് അവരുകൂടി ചെയ്യേണ്ടി വരും. അതിനോട് നിയമവശം പരിശോധിക്കും. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആരൊക്കെയാണ് ഏതൊക്കെ നിയമങ്ങളുടെ പേരിലാണ് ചെയ്തത്. അല്ല, അവരെയും കൂടി ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 101 വരെ സംരക്ഷിക്കണം. സ്വയമായിട്ടുള്ള സംരക്ഷണം നോക്കണം. അതോടൊപ്പം തന്നെ 101 പേരെയും കൗൺസിലർമാരുടെ എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടല്ലേ. അപ്പോൾ ഈ വിധി വന്നതോടുകൂടി അങ്ങനെ ചെയ്ത എല്ലാ പേരും, ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും അതിൽ ആപ്ലിക്കബിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്, രേഖകൾ കാണിക്കുന്നത് അങ്ങനെയാണ്, അവരും ഇവിടെ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന പോയിന്റ്. ഈ കേസ് നിങ്ങൾ പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് തിരിച്ചടി കേസ് ഫയൽ ചെയ്തവർക്കാണ്. തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് അല്ലേ? അതിൽ ഒരു വാക്ക് പോലും ഈ കൗൺസിലർമാർ അസാധുവാണെന്നോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നോ ഇവർ ഇപ്പോൾ കൗൺസിലർമാരല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനോ 48 മണിക്കൂറിനോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ തന്നെ, ഈ വിഷയം ചർച്ചയിൽ വന്നപ്പോൾ തന്നെ ഇതിൽ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചിരുന്നു ഭരണസമിതി. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നല്ല കോൺഫിഡൻസ്, മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതാണ് ഇനി അതെ തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ഫയൽ ചെയ്തവരുടെ ഉദ്ദേശശുദ്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കലായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും പ്രതിയായി കേസ് കൊടുക്കണമായിരുന്നു. കൊടുത്തില്ല, സെലക്റ്റീവായി അവിടെ. ആ സങ്കുചിതമായ മാനസികാവസ്ഥയും കൂടിയാണ് ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒന്നുകിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രീണിപ്പിക്കുവാനോ പ്രീതിപ്പെടുത്തുവാനോ ഭയം കൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരാതിക്കാരിറങ്ങിയതെങ്കിൽ അങ്ങനെ ചെയ്ത എല്ലാവരെയും പ്രതിയായി കൊടുക്കണമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. മറ്റു പലരും പല ഈശ്വരന്മാരുടെയും പേരിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇറങ്ങി, സെലക്റ്റീവായിട്ട് സംരക്ഷിക്കാൻ ഇറങ്ങരുത്. നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിച്ചു നോക്കണം. ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു പേരും, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണ് ഈ വിധി 101 പേർക്ക്. ഈ കേസിൽപ്പെട്ടവരല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യണമോ? ഉണ്ട്, ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഉണ്ട്, രേഖകളോട് പരിശോധിച്ചിട്ട് പറയാം. ഞാൻ പിന്നെ മേയർ എന്നുള്ള നിലയ്ക്ക് പിറ്റേ ദിവസം മുതൽ ഇപ്പം ബഹുമാനപ്പെട്ട കളക്ടർ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം മുതൽ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് പരിശോധിച്ച് നടക്കേണ്ടത് എൻ്റെ ജോലിയുമല്ല, അതിന് സമയമില്ല. ഇനി ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ മേയർ എന്നുള്ളതിൽ പരിശോധിക്കണം. കാരണം ഇങ്ങനൊരു വിധി വന്നിട്ട് അവരും കൂടി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ, അസാധുവായ ഒരു 4 ആഴ്ചയ്ക്കും ചെയ്തില്ലെങ്കിൽ, സാധൂകരിക്കപ്പെടാത്തൊരു കൗൺസിലറായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. പിന്നീട് ആരെങ്കിലും ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അവരിടപെട്ട് ചെയ്തതിനൊക്കെ തന്നെ പേഴ്സണലി ലയബിൾ ആയിരിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലോട്ട് പ്രതിപക്ഷത്തെ കൗൺസിലർ ആണെങ്കിലും തിരുവനന്തപുരം നഗരസഭ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ മേയർ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പ്രതിപക്ഷ കൗൺസിലർ ആണെങ്കിലും അവർ പ്രതിസന്ധിയിലാവാൻ പാടില്ല. കാര്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത് 5 വർഷത്തേക്ക് വിട്ടതാണ്. അപ്പോൾ നിയമ പരിരക്ഷ അവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ 20 പേരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിനെ പോലെയോ അതിനേക്കാൾ കൂടുതലോ പരിഗണന കൊടുത്തുകൊണ്ട് അവരെയും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. അല്ല, അത് 20 അസാധുവല്ല എന്ന് പറയാൻ പറ്റില്ല. അത് മാത്രം എടുത്തു പറയത്തില്ല. നമ്മൾ അതിൽ ഇത്രയും നേരം ചർച്ച ചെയ്യുന്നത്. നമ്മൾ 19 ഞാൻ പറയാം. പിന്നെ നമ്മൾ 19 ഒരു സെക്ഷനായിട്ടും 1 വേറെ സെക്ഷനായിട്ട് ചർച്ച ചെയ്താൽ പ്രസക്തിയുണ്ട്. അത് അസാധുവല്ല, അത് ഏഞ്ചല് ഒരു കൺഫ്യൂഷനിൽ പറഞ്ഞാണ്. കോടതി തരം അസാധുവൊന്നുമില്ല. 4 ആഴ്ചയ്ക്ക് സത്യം. ഞാൻ പറയട്ടെ,
ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞാണല്ലോ ഹർജി പോയത്. ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഹർജി പോയത്. എത്ര കാലം പ്രസംഗിച്ചു? കോടതിയിൽ തൊട്ടോ? കോടതി പറഞ്ഞത് 4 ആഴ്ചയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് കോടതി പറഞ്ഞത്. അത് ഞങ്ങൾ അനുസരിക്കുന്നു. എന്ത് അത് പറഞ്ഞല്ലോ പരാതിക്കാരൻ പോയത്. ഞാൻ പറയുന്നത് നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിക്കണം. സെലക്റ്റീവായിട്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കൊടുത്തെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എല്ലാ പേരും വീണ്ടും ചെയ്യണമെന്ന് കൊടുക്കണ്ടേ? സെലക്റ്റീവായിട്ട് ഇറങ്ങില്ല, അത് ചോദിക്കണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോയ ആളിനെ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല. തിരിച്ചടി അവിടെയാണ് ഏറ്റത്. ഇല്ല, ഒരു കോടതി ഒരു വിധി പറഞ്ഞാൽ കോടതി ഇപ്പം അതെ അത് കോടതി വിധി വരുന്നതിന് മുമ്പല്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അപ്പലേറ്റ് കോർട്ടുകളുടെ ഹൈക്കോടതി സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ, ഞങ്ങളെപ്പോലെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി ആ വിധി മുകൾ കോടതിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അപ്പീൽ പോകാം. ഞങ്ങൾ ആ കോടതി വിധിയെ ആരോഗ്യകരമായി അംഗീകരിച്ച് പോകുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ 50-60 വർഷത്തെ പ്രവർത്തന ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കും. ഞങ്ങളൊരു ജഡ്ജിൻ്റെയും ഹൈക്കോടതി ജഡ്ജിൻ്റെയും കൊലകത്ത് ചെയ്യാൻ പോയിട്ടില്ല. ജസ്റ്റിസ് VK ബാലിയെ നാട് നടത്തിയ ആരാ? ജഡ്ജിമാരെ, ഹൈക്കോടതി ജഡ്ജിമാരുടെ കോലം കത്തിച്ച ആരാ? ഹൈക്കോടതിയിൽ പ്രകടനം നടത്തിയ ആരാ? ഞങ്ങൾ ഒരിക്കലും നടത്തി. ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോട്ട് ഞങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കോടതി ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് 24 മണിക്കൂറിന് വിധി പേർ കൈ കിട്ടിയാൽ 24 മണിക്കൂറിന് വേണോ സത്യപ്രതിജ്ഞ ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഞങ്ങൾ പ്രിപ്പയർഡാണ്. തീരുമാനമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഇപ്പോൾ കോടതിയുടെ വിധിയുടെ സംരക്ഷണയിലാണ് എല്ലാവരും. ഞങ്ങൾ അക്ഷരം പ്രതി അതനുസരിക്കും. അത് നമുക്ക് അത് എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ഒരു വാർത്താ സമ്മേളനത്തിന് സ്കോപ്പില്ല. ഇപ്പം നിങ്ങൾക്കും അതിലൊരു തീരുമാനം വരുന്നവരെ കുറച്ച് വാർത്തകൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ സ്കോപ്പെല്ലാം അങ്ങ് തീരും. നമുക്ക് ഒരുമിച്ചാക്കാം. അല്ല, ഞാൻ അങ്ങനെ ഞാൻ ആവശ്യപ്പെടുമെന്നും പറഞ്ഞില്ല. അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഞാൻ പറഞ്ഞത് പറയട്ടെ അലക്സ്, ഞാൻ പറഞ്ഞത് അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഒരു വിധി വരുമ്പോൾ ഏത് കേസിലാണ് വിധി വന്നാൽ ആ കേസിൽ അകപ്പെട്ട അല്ലെങ്കിൽ കേസ് ഉൾപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ല, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി വരുമ്പോൾ അത് ഇത്തരം കേസുകളിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. സ്വാഭാവികമാണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 101 പേർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വിവരം. പരിശോധിച്ചിട്ട് അവരെ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുക. ഇനി നിയമം അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ വേണ്ട. ഓക്കെ. രണ്ട് യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞു രേഖകൾ പറഞ്ഞു. ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞിട്ട് രേഖകളും അങ്ങനെയല്ല പറയുന്നത്. കേസ് സ്മാർട്ടുണ്ട്. കേസ് സ്മാർട്ട് നോക്കൂ. പരിശോധിക്കട്ടെ. പരാതി കൊടുത്തതിൻ്റെ അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് പോട്ടെ. ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരായോട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ്. ഞാൻ പറയുന്നത് നിയമപരമായിട്ട് ഇപ്പം യാതൊരു തടസ്സമില്ല. ഇനി 29-ാം തീയതി കൗൺസിൽ വരുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്താ സംഭവിക്കും. നിയമപരമായിട്ട് ഇപ്പൊ യാതൊരു തടസ്സവുമില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ട് പറയാം. അദ്ദേഹം തൊട്ട് മുമ്പ് നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിനു മുമ്പുള്ള കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മെയ് മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ഇലക്ട്രോണിക് എവിഡൻസും ഉണ്ട്, അല്ലാതെ ഫിസിക്കൽ എവിഡൻസും ആർക്കുള്ള പരിശോധിക്കും. ഓക്കെ, കഴിഞ്ഞു. അദ്ദേഹം കഴിഞ്ഞു. പിന്നെ അവർ 2 മാസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു സ്വപ്നം, അത് ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ല. ഇത്രയേ ഉള്ളൂ. ഈ ജൂൺ 12 സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്കൊക്കെ ഉണ്ട്. എന്തോ ഈ ജൂൺ 12 ആണല്ലോ കൗൺസിൽ വിളിക്കേണ്ടിയത്. ആര് പറഞ്ഞു? കൗൺസിൽ വിളിക്കേണ്ട ആക്ട് എൻ്റെ ഓഫീസിൽ കൊണ്ട് വന്നാൽ എടുത്തു തരാം. അതിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. മുനിസിപ്പൽ ആക്ട് ഇംഗ്ലീഷും മലയാളം എൻ്റെ ഓഫീസിലുണ്ട്.
ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളൂ. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ലയബിൾ ടു ഗീവ് ആൻസർ. ആ കാലാവധി ജൂൺ 12 അങ്ങ് വരും, അങ്ങ് ആക്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലൈൻ കാണിച്ചു ഞാൻ 2 വർഷം തരാം. കാരണം അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൗൺസിൽ നിശ്ചിത ഒരു കാലാവധി ഉണ്ടാവില്ലേ? അതുകൊണ്ട് ആ കാലാവധിയെ കുറിച്ചാണ് പറഞ്ഞത്. ജൂൺ 12 പ്രത്യേകിച്ച് മനസ്സിലാകുന്നില്ല. ആ കാലാവധിയിൽ ഞങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആക്ടിൽ അങ്ങ് കാണിച്ചു തന്നാൽ ഞാൻ അതോട് പറയാം. ഓക്കെ. ഇത് നിങ്ങൾ അതിലൊരു കാര്യങ്ങളൊരു വ്യക്തത വരുന്നത് വരെ വാർത്ത കൊടുത്തോളൂ. അത് വ്യക്തത വരുമല്ലോ, നമുക്ക് നോക്കാം. കാര്യം അതിനുള്ള വാർത്ത കൊടുക്കാനുള്ള സ്കോപ്പ് അടയ്ക്കുന്നില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഭരണസമിതി വളരെ നന്നായിട്ട് കൂടുതൽ ജനപിന്തുണയോടെ 5 വർഷം മുന്നോട്ട്, കൂടുതൽ ഓരോ ദിവസവും നല്ല ജനപിന്തുണയോടെ കൂടുതൽ മുന്നോട്ട്. നിങ്ങളൊക്കെ എവിടെയെങ്കിലും താമസിക്കുന്ന സ്ഥലത്തോ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകണമെങ്കിൽ അറിയിക്കണം. കാരണം എല്ലാവർക്കും സംരക്ഷണം ഒഴിക്കാൻ മുന്നോട്ട് പോവുകയാണ്. വലിയ ജനപിന്തുണ വരുന്നതിന് ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഞാൻ പറയാം ഒരു മിനിറ്റ് കൂടെ. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കുറിച്ച് ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പല പാർക്കുകളിലും ഉള്ള ഓഫീസുകൾ അതൊക്കെ തന്നെ പല പാർട്ടി ഓഫീസുകളിലൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹമൊക്കെ പോയിട്ട് നേരിട്ട് നിന്ന് ഇതെല്ലാം ഇന്നലെ രാഷ്ട്രീയ എവിടെ നമുക്ക് അതൊന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ എക്സ്പീരിയൻസ് അദ്ദേഹം തന്നെ ഷെയർ ചെയ്യും. നഗരത്തിലെ പാർക്കുകളുടെ ഒരു സ്ഥിതി മേയർ സൂചിപ്പിച്ചു തന്നെ നേരത്തെയും. പാർക്കുകൾ അതിനോടനുബന്ധിച്ചുള്ള മുറികളുമെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളുമെല്ലാം അതത് ജംഗ്ഷനിലെ സ്വാധീനം വെച്ചുകൊണ്ട് കൈയടക്കിയിരുന്നതാണ്. ഞാൻ ഓരോന്നായി പറയുന്നില്ല. കടകംപള്ളിയിലെ ഒരു ഇഷ്യൂ നേരത്തെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ കൗൺസിലർ JR രാജീവ് കൈകാര്യം ചെയ്തൊരു കാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറവങ്കോടം ജംഗ്ഷനിലെ പട്ടം താണുപിള്ള പാർക്ക് കയ്യേറിയിരിക്കുന്നുവെന്ന് അറിയിച്ചത് അവിടുത്തെ കൗൺസിലർ UDF കൗൺസിലർ വൈഷ്ണയാണ്. അതനുസരിച്ച് ഞാനും എൻ്റെ സഹ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനുമായി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളും തോരണങ്ങളും ഒക്കെ സൂക്ഷിച്ച് ഓഫീസാക്കി മേശയും കസേരയും അലമാരയും ഒക്കെ ഇട്ട് പ്രവർത്തിക്കുകയാണ്. ആ പാർക്കിനകത്തേക്ക് കയറുമ്പോൾ താഴെ ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം താഴെയുണ്ട്. താഴത്തെ നിലയിൽ നമ്മുടെ ഒരു അംഗൻവാടി പ്രവർത്തിക്കുകയാണ്. അംഗനവാടിയിലെ ഏതാണ്ട് 20ഓളം കുട്ടികളെ തിക്കി ഞെരുക്കി ഒരു കൊച്ചു മുറിയിലാക്കിയിട്ടാണ് ഈ മുകളിലത്തെ 2 മുറി രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. നിങ്ങളെ ഇന്ന് വിളിച്ചുകൂട്ടി ചിത്രീകരിക്കാനൊന്നും മെനക്കെട്ടില്ല. അതിൻ്റെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറിയെ തന്നെ വിളിച്ചിട്ട് ഇന്ന് ബുധനാഴ്ചയ്ക്ക് മുമ്പ് ഇത് മുഴുവൻ മാറ്റിത്തരണം, എല്ലാം മാറ്റി ഞങ്ങൾക്ക് പൂട്ടി സുരക്ഷിതമാക്കി മറ്റേതെങ്കിലും പർപ്പസിന് ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ അവരത് അനുസരിച്ചു, പാലിച്ചു, മുഴുവൻ നീക്കി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പടിപടിയായി ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ഒന്നുകൊണ്ട് പോയി. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ടത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട റോഡുകളുടെ ഡിവൈഡറിനകത്ത് പുല്ല് പിടിച്ച് കിടക്കുന്നു എന്നൊരു പരാതിയുണ്ടായിരുന്നു. ആ പരാതി യഥാർത്ഥത്തിൽ നഗരസഭയല്ല മുൻകാലത്ത് അത് പുല്ല് വെട്ടുന്നതും പരിപാലിക്കുന്നതും റോഡ് ഫ്രണ്ടാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോൾ അവർക്ക് കുറച്ചുകൂടി സാവകാശം വേണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങളത് ചെയ്യും എന്നവരെ അവരെ അറിയിച്ചിട്ടുണ്ട്. അറിയിപ്പോടുകൂടി ഇന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ തെരുവുനായായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഇന്ന് നമ്മുടെ കനകക്കുന്നിൽ രാവിലെ നടക്കാൻ പോയിട്ടുള്ള നമ്മുടെ സുരേഷ് കുമാർ IAS ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നടക്കുന്നവർക്ക് തെരുവുനായുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നാളെ രാവിലെ തന്നെ അത് അവിടെ നിന്ന് എടുക്കാനുള്ള അവസ്ഥ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ചെയ്യുന്നവരല്ലേ. അതിന് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഞാനതാ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നാൽ 24 മണിക്കൂറിനും ചെയ്യണമെന്ന് കോടതി പറഞ്ഞാൽ പോലും ചെയ്യാനായിട്ട് പ്രിപ്പയറാണ്. നിങ്ങളെല്ലാവരെയും അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും.
എന്തേ? ആ കാലയളവിൽ അവർ കൗൺസിലർമാരല്ല. ഏത് കാലയളവിൽ? അതായത് അടുത്ത സത്യപ്രതിജ്ഞ. അതായത് ഇന്ന് രാവിലെ 11 മണി മുതൽ 12:40 വരെ. അങ്ങനെ ആ സമയം ഒരു അല്ല കൗൺസിലറല്ലോ. അല്ലെ, കോടതി ആ സമയത്ത് മേയർ ഏതെങ്കിലും തരത്തിൽ ആക്ട് ചെയ്യരുതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടോ? മേയർ ആയിരുന്നു. ഞാനൊന്ന് പറയട്ടെ. ആ വിധിയിൽ മേയർ ഏതെങ്കിലും തരത്തിൽ ആക്ട് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? മേയർ ആക്ട് ചെയ്തതെന്ന് ഇത്രയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ആ സമയത്ത് അതായത് അടുത്ത സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെ ഇത് കൗൺസിലർമാരല്ല. ആ അങ്ങനെയാണെങ്കിൽ കൗൺസിലർമാർ ചെയ്യുന്ന അപ്പൊ അവരെന്താ? അല്ല ശരിയാണ്. താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. ആ സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് അവർ കൗൺസിലർമാരല്ല. ആ സമയത്ത് അവർ കോടതി പറഞ്ഞ കാര്യം ചെയ്യും. കോടതി പറഞ്ഞിരിക്കുന്ന കൗൺസിലർമാരല്ല ആ, എന്നാണ് അതെ, ആ പറഞ്ഞത്. സമയത്ത് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടുന്നുണ്ട്. വളരെ ക്ലിയർ ആണ് സംശയം. ആ, ഈ പറയുന്നവർ നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ ഞാൻ ചോദിക്കട്ടെ, അവരെ അങ്ങയുടെ നിരീക്ഷണം അവരെന്ത് ചെയ്യണമെന്നാണ് ആ സമയത്ത്? അവർക്ക് കൗൺസിലർമാരായിട്ടോ ഈ പറയുന്ന ഡെപ്യൂട്ടി മേയർക്ക് ഡെപ്യൂട്ടി അങ്ങനെയൊന്നും ആ വിധിയിലില്ല. അങ്ങനെയുണ്ട്. അല്ല പറയട്ടെ ഞാൻ പറയട്ടെ. അവര് ആ സമയത്ത് പറയട്ടെ ഒരു മിനിറ്റ്. ആ സമയത്ത് മേയർ അല്ല, ഡെപ്യൂട്ടി മേയർ അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കോടതി? കൗൺസിലർമാരല്ലേ പിന്നെ എങ്ങനെയാണ് ഡെപ്യൂട്ടി മേയർ വന്നത്? ഇതറി കൗൺസിലറേയല്ലല്ലോ ആ സമയത്ത്. ഞാൻ പറയാം നമ്മൾ ഒച്ച ഉയർത്തി എന്ന് പറഞ്ഞിട്ട് വിധി അല്ലാതാവില്ല. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാറില്ലല്ലോ. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലോ ഈ വിധി. ഞാൻ ഒരു പൂർണ്ണമായിട്ട് പറയാം, ഈ വിധി പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ആ വിധി ഞങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. നമസ്തേ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.